ഹായ് അമിഗോസ്, എങ്ങനെ ഒരു കോഡ് വെയർ നിർമ്മിക്കാമെന്ന വീഡിയോയുടെ പാർട്ട് 3 വീഡിയോ ആണിത്. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ദയവായി അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുവാൻ ശ്രമിക്കുമല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ DP സ്വിച്ചിൻ്റെ പ്രത്യേകത വരെയാണ് പറഞ്ഞു നിർത്തിയത്. അടുത്തതായി ഞങ്ങൾ ഗ്യാങ് ബോക്സിലേക്ക് പ്ലേറ്റ് വെച്ച് ആ പ്ലേറ്റിൻ്റെ 2 ഹോളിലും 2 സ്ക്രൂ വീതമിട്ട് ആ സ്ക്രൂ ടൈറ്റ് ചെയ്യുകയാണ്. അടുത്തതായി ഞങ്ങൾ 3 പിൻ ടോപ്പിൻ്റെ ബോക്സ് പൊളിക്കുകയാണ്. ഇതാണ് 3 പിൻ ടോപ്പ്. ഞങ്ങൾ 3 പിൻ ടോപ്പിൻ്റെ സ്ക്രൂ അഴിക്കുകയാണ്. ശേഷം ഇപ്പോൾ കാണുന്ന 2 ചെറിയ സ്ക്രൂവും ടെസ്റ്റർ ഉപയോഗിച്ച് അഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യൂ കിട്ടും. ഇതിൽ ഇപ്പോൾ കാണുന്ന 3 സ്ക്രൂവും ടെസ്റ്റർ ഉപയോഗിച്ച് ലൂസ് ആക്കുക. അടുത്തതായി 3 കോർ 1.5 വയറിൻ്റെ മറ്റേ എൻഡിലെ സ്ലീവ് വീഡിയോയിൽ കാണിക്കുന്ന പോലെ 3 പിൻ ടോപ്പിൻ്റെ വലുപ്പത്തിൽ റിമൂവ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. ശേഷം 3 വയറും വീഡിയോയിൽ കാണുന്ന പോലെ ആ വൈറ്റ് പാർട്ടിൻ്റെ ഉള്ളിലൂടെ ഇടുക. ശേഷം 3 വയറിൻ്റെയും ഇൻസുലേഷൻ റിമൂവ് ചെയ്ത് 3 വയറും പിരിച്ച് ഫോൾഡ് ചെയ്യുക. ശേഷം ആ ഗ്രീൻ വയർ എടുത്ത് മുകളിലത്തെ ഹോളിലേക്കിട്ട് സ്ക്രൂ ടൈറ്റ് ആക്കുക. അടുത്തതായി ബ്ലാക്ക് വയർ ഇടത്തെ വശത്തുള്ള ഹോളിലേക്കിടുക. എന്നിട്ട് ആ സ്ക്രൂവും ടെസ്റ്റർ ഉപയോഗിച്ച് ടൈറ്റ് ആക്കുക. നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഫോളോ ചെയ്ത് വീഡിയോക്കൊരു ലൈക്ക് കൂടി കൊടുക്കണേ. ശേഷം റെഡ് വയർ വലത്തേ വശത്തുള്ള ഹോളിലേക്ക് ഇടുക. എന്നിട്ട് ആ സ്ക്രൂവും ടെസ്റ്റർ ഉപയോഗിച്ച് ടൈറ്റ് ആക്കുക. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് വയർ കണക്ട് ചെയ്യേണ്ടത്. അഥവാ ഇതിൽ ബ്ലാക്കും റെഡും പരസ്പരം മാറിപ്പോയാലും കുഴപ്പമില്ല. കാരണം DP സ്വിച്ച് ഉള്ളതുകൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മാത്രമേ ഫേസും ന്യൂട്രലും കോഡ് വയറിൽ എത്തുകയുള്ളൂ. ശേഷം ഈ റെഡ് സാധനം സ്ലീവിൻ്റെ മുകളിലൂടെ ഇടണം. ശേഷം വീഡിയോയിൽ കാണിക്കുന്ന പോലെ നേരത്തെ അഴിച്ചു വെച്ച ആ ചെറിയ സ്ക്രൂ ഇപ്പോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ടെസ്റ്റർ ഉപയോഗിച്ച് ടൈറ്റ് ആക്കുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വയർ വലിക്കുമ്പോൾ ഊരിപ്പോകാതിരിക്കാനാണ് ഈ സാധനം വെക്കുന്നത്. ശേഷം 3 പിൻ ടോപ്പിൻ്റെ കവറിട്ട് അത് ക്ലോസ് ചെയ്യുക. അവസാനമായി നമ്മൾ ആദ്യം അഴിച്ച സ്ക്രൂ ഇട്ട് അത് നല്ലവണ്ണം ടൈറ്റാക്കി കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ കോഡ് വെയർ നിർമ്മാണം പൂർത്തിയായി. ഇനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം കോഡ് വയറിൻ്റെ 3 പിൻ ടോപ്പ് വീട്ടിലെ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇങ്ങനെ കിട്ടിയെങ്കിൽ നിങ്ങളുടെ കോഡ് വെയർ നിർമ്മാണം സക്സസ് ആയി എന്നർത്ഥം. ഇതുപോലത്തെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ ഗായ്സ്.